ഹലോ മക്കളെ, വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന S2 മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഈ സബ്ജക്റ്റിന്റെ കോഡ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് PC-MET 205 ആണ് സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സബ്ജക്ട് കോഡ് മനസ്സിലാക്കുക. PC-MET 205. അപ്പോൾ ഒരു മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും കാണുന്ന ഏതൊരു കാര്യം നോക്കിയാലും അതെല്ലാം മെറ്റീരിയൽസ് ആണ്. നമുക്ക് ചുറ്റും കാണുന്ന ഈ പറയുന്ന പോലെ നമ്മുടെ ഡെസ്ക് ആയാലും ബെഞ്ച് ആയാലും അതുപോലെ വണ്ടിയുടെ ബോഡി ആയാലും പിസ്റ്റൺ സിലിണ്ടർ, നമുക്ക് ചുറ്റുമുള്ള ഈ കൺസ്ട്രക്ഷൻ വീടായാലും ബ്രിക്ക് എല്ലാം എന്താണ് മെറ്റീരിയൽസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിനെ പറ്റിയുള്ള സ്റ്റഡി, നമ്മുടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിനെ പറ്റി പറയുന്നത്. അപ്പം നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസ് കാണും. എന്തുകൊണ്ട് ഈ മെറ്റീരിയൽ പർട്ടിക്കുലർ ഫംഗ്ഷന് എടുക്കുന്നു, അതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് പഠിക്കുന്നത്. നമുക്ക് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കാണാം. നമുക്ക് ഒരുപാട് മെഷീൻസ് ഉണ്ട് അല്ലേ. നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ ഓരോ പാർട്സ് ഉണ്ട്. ഒരു കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ കാരണം ഒരുപാട് പാർട്സ് ഉണ്ട് അല്ലെ. സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ അതിന് സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, അതുപോലെ എഞ്ചിൻ ഉണ്ട്, എഞ്ചിൻ്റെ അകത്ത് പിസ്റ്റൺ സിലിണ്ടർ അങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ട്, ഈ പറയുന്ന വൈപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കണം. ഇതിനെല്ലാം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷനാലിറ്റി മനസ്സിലായിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അറിയണം. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചറിനെയും കോമ്പോസിഷനാണ്. അപ്പം സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്. സ്ട്രക്ചർ എന്താണ്, കോമ്പോസിഷൻ, അതിൽ അടങ്ങിയിരിക്കുന്ന ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള മെറ്റീരിയലാണ് ദാറ്റ് ഈ സ്റ്റീലും കാസ്റ്റിംഗ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ പോകുന്നെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കാണുന്ന രണ്ട് മെറ്റീരിയൽസ് ആണ് സ്റ്റീലും കാസ്റ്റിംഗ്. ഇത് രണ്ടും എന്ന് പറയുന്നത് അലോയാണ്. സ്റ്റീലും കാസ്റ്റിംഗ് അയൺ കാർബണിന്റെ അലോയാണ്. ഈ അയണിന്റെ അകത്ത് കാർബണിന്റെ കണ്ടന്റ് ലെസ് ദാൻ 2.1% ആവുമ്പോഴാണ് അത് സ്റ്റീൽ ആവുന്നത്. ഗ്രേറ്റർ ദാൻ 2.1 to 6.67% വരുമ്പോൾ അതിനെന്താണ്, കാസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽസിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. നമ്മളെ ആദ്യം തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ദാറ്റ് ഈസ് കോഴ്സ് കോഡ്. കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് PC-MET 205. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ഉണ്ട്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനുള്ളത് ദാറ്റ് ഈസ് 40 മാർക്കാണുള്ളത്. ആ 40 മാർക്ക് നമുക്ക് എങ്ങനെ കിട്ടും എന്ന് നോക്കാം. 40 മാർക്കും കിട്ടണമെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് കംപ്ലീറ്റ് എന്താ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. ആ അറ്റൻഡൻസിനാണ് ആദ്യത്തെ 5 മാർക്ക്. പിന്നെ ഈ ഒരു മോഡ്യൂളിനെ ബേസ് ചെയ്ത് നമുക്ക് 4 മോഡ്യൂളുണ്ട്. ഈ മോഡ്യൂളിൻ്റെ അകത്ത് നമ്മളെന്താ ഒരു പ്രോജക്റ്റ് ചെയ്യണം. ആ പ്രോജക്റ്റിനാണ് 15 മാർക്കുള്ള. പ്രോജക്റ്റ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ 15 മാർക്ക് കിട്ടും. അതുപോലെ നമ്മളെ ഇന്റേണൽ എക്സാംസ് ഉണ്ട് അല്ലെ. സീരീസ് 1ഉം സീരീസ് 2ഉം പോലെ ഇന്റേണൽ ഫസ്റ്റ് സീരീസ് എക്സാമോ അതേപോലെ ഇന്റേണൽ സെക്കൻഡ് സീരീസ് എക്സാമോ ഉണ്ട്. ഈ സീരീസിന് കിട്ടുന്ന മാർക്ക് നമ്മൾ 10ലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ഒരു മാർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യണം. 40ൽ 2 സീരീസിന്റെ മാർക്കും 10ലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, ഇന്റേണൽ ഇവാലുവേഷൻ മാർക്കായിട്ട് എടുക്കും. അത് അങ്ങനെ മൊത്തം 40 മാർക്കാണ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്കുള്ള. അപ്പൊ ഈ മാർക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഈ പറയുന്ന സീരീസിന് ഫുൾ മാർക്ക് മേടിച്ചാൽ മാത്രമേ 40 മാർക്കും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതനുസരിച്ച് എന്ത് ചെയ്യും, കുറവ് മാർക്കായിരിക്കും കിട്ടണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് നന്നായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യണം, സീരീസ് അറ്റൻഡ് ചെയ്യണം, അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോജക്റ്റും നന്നായിട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു മാർക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു CGPA മേടിക്കാൻ പറ്റത്തുള്ളൂ. ഈ സബ്ജക്റ്റിന് തന്നെ നല്ലൊരു മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു കോർ സബ്ജക്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ക്രെഡിറ്റ് വളരെ കൂടുതലുള്ള സബ്ജക്റ്റാണ്. S2 ക്രെഡിറ്റ് കൂടുതലുള്ള ഒരു സബ്ജക്റ്റും കൂടെ ആണ് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ്. 4 ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പൊ നല്ല മാർക്ക് മെറ്റീരിയൽ സയൻസിന് വാങ്ങിക്കും തോറും ഓവറോൾ CGPA എന്ത് ചെയ്യും, കൂടും. അതുപോലെ എക്സാം അവേഴ്സ് നോക്കി കഴിഞ്ഞാൽ 2.5 മണിക്കൂറാണ്. ദാറ്റ് ഈസ് 2.5 hours എന്നുള്ളത് 2.5 മണിക്കൂറാണ് എക്സാം ഉള്ളത്. പിന്നെ ഈ പറയുന്നത് ഇതൊരു തിയറി സബ്ജക്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ തിയറി സബ്ജക്റ്റ് എങ്ങനെ പാസ്സാവാൻ പറ്റും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. തിയറി കുറേ എഴുതണ്ടേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക തിയറി സബ്ജക്റ്റ് പാസ്സാവാനുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് നമ്മളെന്താ ഫിഗർ വരയ്ക്കുക. എപ്പോഴും എന്താ ക്വസ്റ്റിനെ ഫിഗർ വരച്ചിട്ട് എന്താ ചെയ്യുക, ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്താ പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ബാക്കി സബ്ജക്റ്റ് പോലെ നമുക്ക് എന്തെങ്കിലും എഴുതി വെച്ചാൽ പാസ്സാവാൻ പറ്റത്തില്ല. ഈ സബ്ജക്റ്റിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചുമ്മാ കഥയടിച്ച് പാസ്സാവാൻ പറ്റത്തില്ല. ഇതൊന്നും ഓർത്തുക. ഇനി അടുത്ത
60 മാർക്കിന് നമുക്ക് എൻ സെമിസ്റ്റർ എക്സാം ഉണ്ട്. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി എക്സാം 60 മാർക്കിനാണ് എൻ സെമിസ്റ്റർ എക്സാം ESE എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻ സെമിസ്റ്റർ എക്സാം എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു എൻ സെമിസ്റ്റർ എക്സാമിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതിൽ 2 പാർട്ടാണുള്ളത്. ദറ്റ് ഈസ് പാർട്ട് എയും ഉണ്ട്, അതുപോലെ പാർട്ട് ബിയും ഉണ്ട്. അപ്പോൾ പാർട്ട് എ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഫ്രം എന്താ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. നമ്മളെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ ഓരോ മോഡ്യൂളിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന 2024 സ്കീമിന് 4 മോഡ്യൂൾസ് ആണുള്ളത്. ഈ 4 മോഡ്യൂൾസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതം ചോദിക്കും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ വീതം ചോദിക്കുമ്പോൾ ടോട്ടൽ 8 ക്വസ്റ്റ്യനായി. ഈ 8 ക്വസ്റ്റ്യനും 3 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ 8 × 3 അങ്ങനെ 24 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓർത്തുക, 2024 സ്കീം 4 മോഡ്യൂൾസ് ഉണ്ട്. ആ 4 മോഡ്യൂൾസിൽ നിന്നും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 2 വെച്ച് ചോദിക്കും. അപ്പോൾ 4 മോഡ്യൂൾസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 8 ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 24 മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ. 60-ൽ 24 മാർക്കും എത്രയാണ്, ദാറ്റ് ഈസ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് 8 ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത് പാർട്ട് ബിയെ പറ്റി പറയുമ്പോൾ പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ്റെ മാക്സിമം വെയിറ്റേജ്, ഒരു ക്വസ്റ്റ്യൻ്റെ മാക്സിമം വെയിറ്റേജ് എന്ന് പറയുന്ന 9 മാർക്സ് ആണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന 2024 സ്കീമാണ് എന്താ ഈ പറയുന്ന 9 മാർക്സ് ഓരോ ക്വസ്റ്റ്യനും കൊടുക്കുന്നത്. കാരണം നമ്മളെ എക്സാം എത്ര 60 മാർക്കിനേ ഉള്ളൂ. അപ്പം 2 ക്വസ്റ്റ്യൻ വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മോഡ്യൂൾ. ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ തന്നിരിക്കും. അതിൽ 1 മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. 1 ക്വസ്റ്റ്യൻ ഷുഡ് ബി ആൻസർഡ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ആൻസർ ചെയ്യണം. അപ്പം ഈ ഒരു സിലബസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെക്കൻഡ് മോഡ്യൂൾ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. തേർഡ് മോഡ്യൂൾ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പം ഈച്ച് ക്വസ്റ്റ്യൻ, ഈ ഓരോ ക്വസ്റ്റ്യനും മാക്സിമം 3 സബ് ഡിവിഷൻസ് ഉണ്ടാവും. മാക്സിമം 3 സബ് ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എന്ത് കിട്ടത്തില്ല, ഡയറക്റ്റ് 9 മാർക്കിന് കിട്ടത്തില്ല. അതിന്റെ സബ് ക്വസ്റ്റ്യനും കൂടെ അറിയാമെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഈ പറയുന്ന 9 മാർക്ക് കിട്ടുള്ളൂ. കാരണം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ABC എന്ന് പറഞ്ഞ സബ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഓരോ ABC എന്ന് പറയുന്ന സബ് ക്വസ്റ്റ്യൻസിനും 3 മാർക്ക് ഈച്ച് എന്ന് പറഞ്ഞും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ടഫ് ആവും. കാരണം നമുക്ക് എന്താ ആ പറഞ്ഞ ABC അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 9 മാർക്സും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, അതിന് കംപ്ലീറ്റ് ആൻസർ അറിയാമെങ്കിൽ അതിന് 9 മാർക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ എന്താ ഈസി ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് എന്താ ചെയ്യുക, ടഫ് ആക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ സബ് ഡിവിഷൻ കൊടുക്കാൻ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി മൊഡ്യൂൾ 1 ഞാൻ അപ്പോൾ ആദ്യം പറഞ്ഞു, മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ സ്ട്രക്ചറും അതുപോലെ കോമ്പോസിഷൻ ആണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ അറ്റോമിക് സ്ട്രക്ചർ, സിമ്പിൾ ക്യൂബിക് ഉണ്ട്, ഫേസ് സെന്റർഡ് ക്യൂബിക് ഉണ്ട്, ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പല സ്ട്രക്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ മെറ്റൽസ് ഉണ്ട്. അപ്പോൾ കോമൺലി കാണുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബോഡി സെന്റർഡ് ക്യൂബിക്, ഫേസ് സെന്റർഡ് ക്യൂബിക്, അതേപോലെ ഹെക്സഗണൽ ക്ലോസ് പാക്ക്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിന്റെ ഈ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, അതേപോലെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഒക്കെയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ആദ്യമേ നമ്മൾ ഇത് ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ബോണ്ടിങ്, നമ്മുടെ ഈ പറയുന്ന അറ്റോമിക് ബോണ്ടിങ്ങിനെ പറ്റി പഠിക്കും. അല്ലാതെ മെറ്റാലിക് ബോണ്ടിങ് ഉണ്ട്, അയോണിക് ബോണ്ടിങ് ഉണ്ട്, അതേപോലെ കോവാലന്റ് ബോണ്ടിങ് ഉണ്ട്. ഇനി നമ്മുടെ മെറ്റീരിയൽസിന് ഈ ബോണ്ടിങ്ങിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് ഉണ്ടാകുന്നത്, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞ് ക്രിസ്റ്റലോഗ്രഫി എന്താണെന്ന് പഠിക്കും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൊഡ്യൂൾ 1. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റർഡ് ക്യൂബിക്, ഫേസ് സെന്റർഡ് ക്യൂബിക്, ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചർ. 4 സ്ട്രക്ചർ ഉണ്ട്. ആ 4 സ്ട്രക്ചറിന്റെയും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദാറ്റ് ഈസ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പെർസെൻറ്റേജ് അറ്റം കാണുമെന്ന് പറയുന്നതിനാണ് ദാറ്റ് ഈസ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ പ്രോബ്ലംസ്, ഈ സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കുന്നത് തിയററ്റിക്കൽ ഡെൻസിറ്റി എന്നാണ്. അപ്പോൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടറും തിയററ്റിക്കൽ ഡെൻസിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. തിയററ്റിക്കൽ ഡെൻസിറ്റി എന്ന് യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എന്താ വരാറുള്ളൂ. അത് കഴിഞ്ഞാൽ മില്ലർ ഇൻഡിസസ്. മില്ലർ ഇൻഡിസസ് 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മില്ലർ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന ഡയറക്ഷനും പ്ലെയിനും ലൊക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. അപ്പോൾ മില്ലർ ഇൻഡിസസിന്റെ പ്രൊസീജിയർ എഴുതാനും അതിന്റെ അല്ലാതെ പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. അത് മില്ലർ ഇൻഡിസസ് ഫോർ ക്രിസ്റ്റൽ പ്ലെയിനും ഉണ്ട്, അതുപോലെ ക്രിസ്റ്റലോഗ്രാഫിക് ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ചോദിക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ബൈ സ്ലിപ്പ് ഉണ്ട്, അതുപോലെ ടിന്നിങ് ഉണ്ട്. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ബൈ സ്ലിപ്പ് ഉണ്ട്, ടിന്നിങ് ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ 2019 സ്കീമിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് മോഡ്യൂൾ സിലബസ് വളരെ കുറവാണ്. കുറേ ടോപ്പിക്സ് എന്താ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ
9 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മകളെ ഇനി അടുത്ത ദാറ്റ് ഈസ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 വരുന്ന സമയത്ത് നമ്മൾ അവിടെ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് ആണ് പഠിക്കുന്നത്. ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കറിയാം റിയൽ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡിഫക്ട്സ് ഉണ്ട്. ഡിഫക്ട്സ് ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല, അതിൻ്റെ അകത്ത് ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ഉണ്ട്. അതായത് 0 ഡയമെൻഷണൽ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ. ആ ഒരു 0, 1, 2, 3 അതിനെ നമ്മളെന്താ പോയിന്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ്, അതുപോലെ തന്നെ സർഫസ് ഡിഫക്റ്റ്, വോളിയം ഡിഫക്റ്റ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് നമ്മളെന്താ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസിൻ്റെ അത് ദാറ്റ് ഈസ് പോയിന്റ് ഡിഫക്റ്റ് എന്താണെന്ന് പഠിക്കും, ലൈൻ ഡിഫക്റ്റ് എന്താണെന്ന് പറയും, അതേപോലെ തന്നെ സർഫസ് ഡിഫക്റ്റ് എന്താണെന്ന് പറയും, വോളിയം ഡിഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഡിഫക്റ്റ് ആണ്. അത് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലൈൻ ഡിഫക്റ്റിൻ്റെ അകത്ത് വരുന്ന എഡ്ജും സ്ക്രൂ ഡിസ്ലൊക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മക്കളെ അതുപോലെ ബർഗർ വെക്ടർ നമ്മൾ ഈ ഡിസ്ലൊക്കേഷൻ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും തരുന്ന വെക്ടറാണ് ബർഗർ വെക്ടർ. അതും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മക്കളെ പോളിഷിംഗ് ആൻഡ് ഏച്ചിങ് നമ്മളെ മെറ്റലോഗ്രാഫിക് സ്ട്രക്ചർ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്നത് മെറ്റലോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താ മെറ്റീരിയൽ. അതിന് ഈ പറയുന്ന പോളിഷിംഗ് എന്താണ്, എച്ചിങ് എന്താണ്, നമ്മൾ ഈ പറയുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചർ കാണാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്, അതിന്റെ പ്രൊസീജിയേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സെം ഇത് രണ്ടും ക്രിസ്റ്റലോഗ്രാഫിക് സ്ട്രക്ചർ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ്. അതിനെപ്പറ്റിയും സ്ഥിരം ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ എന്താ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ചോദിക്കാറുണ്ട്, അതുപോലെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എങ്ങനെ നമുക്ക് ഗ്രെയിൻ സൈസ് ഡിറ്റർമൈൻ ചെയ്യാം, വെയർ എന്താണ്, റഫ്നെസ് എന്താണ്, അതുപോലെ കൊറോഷൻ എന്താണെന്നുള്ള അതിന്റെ ഡിഫറൻസ്. പിന്നെ ഡിഫ്യൂഷൻ ഇൻ സോളിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫ്യൂഷന്റെ 2 ലോ ഉണ്ട്, ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ, ഫിക്സ് ഫസ്റ്റ് ലോയും ഉണ്ട്, അതുപോലെ ഫിക്സ് സെക്കൻഡ് ലോയും ഉണ്ട്. അപ്പം ഫിക്സ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയിനെ ബേസ് ചെയ്ത് അവിടെ സിമ്പിൾ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, അതും നമ്മൾ എന്താ പഠിക്കും. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഫ്യൂഷൻ എവിടെയൊക്കെ ആപ്ലിക്കേഷൻ ആയിട്ട് വരും, അതും 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് എന്താ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളും പഠിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള മോഡ്യൂളാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മളെ തേർഡ് മോഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമ്മളത് പഠിക്കുന്നത്. തേർഡ് മോഡ്യൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡ്യൂളാണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പല ഇന്റർവ്യൂസിലും നമുക്ക് ഈ സബ്ജക്റ്റ് ചോദിക്കും. നമുക്ക് മെറ്റീരിയൽസിനെ പറ്റി അവയർനെസ് ഉണ്ടെന്ന് അറിയാം. പല ഇന്റർവ്യൂസിലും അതുപോലെ പല എക്സാമിനും വെയിറ്റേജ് ഉള്ള ഒരു പേപ്പറും കൂടെയാണ് ദാറ്റ് ഈസ് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പൊതുവെ ഗേറ്റിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കൂടിപ്പോയാൽ 1-2 ചോദ്യങ്ങൾ അത്രയും മാത്രമേ ഗേറ്റിന് മെറ്റീരിയൽ സയൻസ് എന്ന് ചോദിക്കാറുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് ഈസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ. നമ്മൾ ടെൻസൈൽ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടെൻസൈൽ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് ദാറ്റ് ഈസ് ഹാർഡ്നസ് അതുപോലെ തന്നെ ഇമ്പാക്ട് പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കും. അതുപോലെ ഫെക്റ്റീഗ് എന്താണെന്ന് പഠിക്കും. ഫെക്റ്റീഗ് എന്ന് വെച്ചാൽ സൈക്ലിക് ലോഡിങ്ങിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു തിയറിയാണ് ഫ്രാക്ചർ ഫെക്റ്റീഗ് ക്രീപ്പ്. ഫെക്റ്റീഗ് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ലോഡിങ് കാരണമുള്ള ഫെയിലിയറിനെയാണ് ഫെക്റ്റീഗ് എന്ന് പറയുന്നത്. അതുപോലെ ക്രീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് ലോഡ് ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന ഫെയിലിയറാണ് ക്രീപ്പ് ഫെയിലിയർ. നമ്മുടെ ബ്രിഡ്ജസ്, പാലങ്ങളൊക്കെ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഫെയിലിയർ സംഭവിക്കുന്നത് ക്രീപ്പ് ഫെയിലിയർ വഴിയാണ്. അതുപോലെ DBTT ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ, DBTT ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നടന്നുകൊണ്ടാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന ഷിപ്പ് വരെ മുങ്ങിപ്പോയത്. അപ്പോൾ അതും ഒന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ സൂപ്പർ പ്ലാസ്റ്റിസിറ്റി, അതുപോലെ ടൈപ്സ് ഓഫ് സ്റ്റീൽ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ആപ്ലിക്കേഷൻ ആണ് ദാറ്റ് ഈസ് സ്റ്റീലും കാസ്റ്റേണും. ഈ സ്റ്റീലും കാസ്റ്റേണും അയൺ കാർബൺ അലോയാണ്. കാർബണിന്റെ കണ്ടന്റ് ലെസ് ദാൻ 2.1% ആവുന്ന സമയത്താണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ 2.1 to 6.67% ആണെങ്കിൽ അതിനെ കാസ്റ്റേൺ എന്ന് പറയും. അപ്പോൾ ആ സ്റ്റീൽ തന്നെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദീസ് ലോ, മീഡിയം, ഹൈ കാർബൺ സ്റ്റീൽ. ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലോയ് സ്റ്റീൽ. അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓരോ സ്റ്റീലും എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ്സ്, അതാണ് നമ്മൾ മനസ്സിലാക്കണം. കോമ്പോസിറ്റ്സും അലോയിയുടെയും ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരും വിചാരിക്കും കോമ്പോസിറ്റ്സും അലോയും ഒന്നാണ്. അല്ല, കോമ്പോസിറ്റ്സും അലോയും 2 ആൾക്കാരാണ്. കോമ്പോസിറ്റിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റാണ്.
അല്ലെ. അതെന്ന് വെച്ചാൽ ആ കോൺക്രീറ്റിനെ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, അതുപോലെ റീഇൻഫോഴ്സ്മെന്റ്, ഇതൊക്കെ നമുക്ക് എന്താ ഈ കോമ്പോസിറ്റിൽ കാണാൻ പറ്റും. പക്ഷേ ഈ അലോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന അതിന്റെ കെമിക്കൽ ഐഡന്റിറ്റിയും അതുപോലെ ഫിസിക്കൽ ഐഡന്റിറ്റി നമുക്ക് എന്താ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിനെയാണ് എന്താ അലോയ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർണമെന്റൽ ഗോൾഡിന്റെ അകത്ത് ഗോൾഡും ഉണ്ട്, കോപ്പറും ഉണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ സോഷ്യോമെട്രിക് ആൻഡ് നോൺ സോഷ്യോമെട്രിക് കോമ്പൗണ്ട്സ്, ആപ്ലിക്കേഷൻ, അതേപോലെ എന്താണ് മെറാജിങ് സ്റ്റീൽ, ടൈറ്റാനിയം, സെറാമിക്സ്, അതേപോലെ സെറാമിക് സ്ട്രക്ചേഴ്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് മൊഡ്യൂൾ 3 വരുന്നത്. അപ്പോൾ ഇവിടെയും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഇതൊന്നും കാണാതെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ എന്താണ്, എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ വളരെ ഈസിയാണ്, മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മൊഡ്യൂൾ 4 പോകുന്ന സമയത്ത് നമുക്ക് 2019 സ്കീം നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താണ് ഫേസ് ഡയഗ്രാം, എന്തിനാണ് ഫേസ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് നമ്മൾ അലോയിങ് ചെയ്യുന്നു, പ്യുവർ മെറ്റൽ തന്നെ നമുക്ക് ഉപയോഗിച്ചുകൂടെ, എന്തിനാ അലോയിങ് ചെയ്യുന്നു. അപ്പം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അലോയിങ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്താ ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആയ സ്ട്രെങ്ത്, ടഫ്നെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് അലോയിങ് ചെയ്യുന്ന വഴിയാണ്. അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് അലോയ്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹ്യൂം-റോത്രീസ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള റൂളാണ്. ഹ്യൂം-റോത്രീസ് റൂൾ. അതേപോലെ അത് ഈ പറയുന്ന പോലെ നമുക്ക് സോളിഡ് സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതിന്റെ ഒരു ടോപ്പിക്കിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നതും സോളിഡ് സൊല്യൂഷനാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് സോളിബിലിറ്റിക്ക് വേണ്ടി ഒബേ ചെയ്യേണ്ട റൂളാണ് ഹ്യൂം-റോത്രീസ് റൂള്. അത് നമ്മൾ പഠിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബൈനറി സിസ്റ്റം എന്താണെന്ന് പഠിക്കും. അതേപോലെ ഐസോമോർഫസ് അല്ലെങ്കിൽ യൂടെക്റ്റിക് സിസ്റ്റം എന്താണെന്ന് പഠിക്കും. അതുപോലെ ലിവർ റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് ലിവർ റൂള്. അതുപോലെ ഗിസ് ഫേസ് റൂൾ, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം. നോർമലി ഗിബ്സ് റൂൾ എന്ന് പറഞ്ഞാൽ P+F=C+2 ആണ്. പക്ഷെ മെറ്റലർജിക് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് ഗിബ്സ് റൂൾ എന്ന് പറയുന്ന P+F=C+1 എന്ന ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പഠിക്കും. ഡീറ്റെയിൽ ഡിസ്കഷൻ ഓഫ് അയൺ കാർബൺ ഇക്വിലിബ്രിയം. മക്കളെ ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് മൂടിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. അതിൻ്റെ അകത്ത് വരുന്ന മൈക്രോ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മൈക്രോ കോൺസ്റ്റുവൻസ്. അപ്പോൾ ഒരുപാട് മൈക്രോ കോൺസ്റ്റുവൻ്റ് ഉണ്ട്. ദറ്റ് ഈസ് ഫെറൈറ്റ്, സിമെന്റേറ്റ്, ഓസ്നേറ്റ്, ലെഡിബറേറ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മൈക്രോ കോൺസ്റ്റുവൻ്റ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. അതുപോലെ ഹീറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പോണന്റ് എടുക്കുന്നു, ഒരു ഗിയർ എടുക്കുന്നു. ഗിയറിന്റെ കമ്പോണന്റ് എടുക്കുമ്പം ഗിയറിന്റെ സർഫസിൽ നമുക്ക് വെയർ റെസിസ്റ്റൻസ് ആണ് ആവശ്യം. ദാറ്റ് ഈസ് വെയർ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ സർഫസിൽ ഹാർഡ്നെസ് ആണ് നമുക്ക് ആവശ്യം. ടു ദ കോർ നമുക്ക് ആവശ്യം എന്താണ്? ടഫ്നെസ് ആണ്. ടഫ്നെസ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് സർഫസിൽ കാർബൺ ഡിഫ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നൈട്രജൻ ഡിഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്താ ഹാർഡ്നെസ് ഒബ്റ്റെയിൻ ചെയ്യാം. ടു ദ കോർ എന്താ ടഫ്നെസ്സും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു? ഈ സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ ഏത് മെറ്റീരിയലിൽ കിട്ടും, ആ മെറ്റീരിയൽ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതുപോലെ TTT ഡയഗ്രാം, CCT ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം, കണ്ടിന്യൂസ് കൂളിംഗ് ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം ഒക്കെ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ ടെമ്പറിംഗ്, ഹാർഡനബിലിറ്റി, ജോമിനി ഇൻഡിക്വൻസ് ടെസ്റ്റ്, ആ ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഫേസ് ഡയഗ്രാം എന്താണെന്ന് ചോദിക്കാം, കോപ്പർ നിക്കർ ഫേസ് ഡയഗ്രാം ചോദിക്കാം, അതുപോലെ PBSN ഫേസ് ഡയഗ്രാം ചോദിക്കാം, അതേപോലെ അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം ചോദിക്കാം, TTT ഡയഗ്രാം, CCT ഡയഗ്രാം. ഒരുപാട് എസ്സേസ് ഉള്ള ഒരു ടോപ്പിക്സ് ആണ്. ദാറ്റ് ഈസ് മൊഡ്യൂൾ 4 എന്ന് പറയുന്ന. അല്ല ജോമിനി ഇൻക്വൻസ് ടെസ്റ്റ്, അതിന്റെ ആപ്ലിക്കേഷൻ, അതേപോലെ സർഫസ് ഹാർഡനിങ് മെത്തേഡ്, ഈ പറയുന്ന കാർബറൈസിങ്, സൈനൈഡിങ്, നൈട്രൈഡിങ് എന്ന് പറയുന്ന ഒരുപാട് സർഫസ് ഹാർഡനിങ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മുടെ ഒരു മെറ്റീരിയൽ സയൻസിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ 4 മോഡ്യൂളാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് മൊഡ്യൂൾ 1. ഈ പറയുന്ന പോലെ നമ്മൾ എന്തുകൊണ്ട് അലുമിനിയം നമ്മൾ ചൂസ് ചെയ്യുന്നു? അലുമിനിയം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കാസ്റ്റ് അയൺ പിസ്റ്റൺ ആയിരുന്നു പിസ്റ്റൻസിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. ഐസി എഞ്ചിനിൽ പിസ്റ്റണിൽ നോർമലി ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്ന കാസ്റ്റ് അയൺ പിസ്റ്റൻസ് ആണ്. പിന്നെ അതിന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, ഇനർഷ്യ ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും വെയിറ്റ് കുറയ്ക്കുന്ന വഴി. അതിന് വേണ്ടി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ മാറ്റി ദാറ്റ് ഈസ് അലുമിനിയം പിസ്റ്റൻസ് ആക്കി മാറ്റി. അതുപോലെ ടൈറ്റാനിയത്തിന്റെ യൂസ്, ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാൻ പറ്റും. മൊഡ്യൂൾ 2 പഠിക്കുന്നത് വഴി നമുക്ക് എന്താ ഈ പറയുന്ന പോലെ ഡിഫെക്ട്സിന്റെ കാര്യം പഠിക്കാൻ പറ്റും. അതുപോലെ ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാൻ പറ്റും.
അതുപോലെ മൊഡ്യൂൾ 3 ഓരോ ടൈപ്പ് ഓഫ് സ്റ്റീൽസ് അതേപോലെ നിക്കൽ സൂപ്പർ അലോയ്സ്, അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീല്, കോമ്പോസിറ്റ്സ് എന്താണെന്ന് മനസ്സിലാവും. മോഡ്യൂൾ 4 പഠിക്കുന്ന വഴി അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിന് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു ഗിയറിലും ക്യാമിലും. അപ്പോൾ ഞാൻ പറഞ്ഞു സർഫസിൽ നമുക്ക് ഈ പറയുന്ന ഹാർഡ്നെസ്സും ടു ദ കോർ ടഫ്നെസ്സും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് കാർബറൈസിങ്, നൈറ്റ് ട്രെയിനിങ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ TTT ഡയഗ്രാം, ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം, ജോമിനി എഞ്ചിൻ ടെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്താ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ് എന്നാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ചാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ നോർമലി എഴുതുന്ന പോലെ നമുക്ക് തിയറി എഴുതാൻ പറ്റത്തില്ല. ഒരു ക്വസ്റ്റ്യൻ എഴുതി ചുമ്മാ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഫിഗർ വരച്ച് ആൻസർ എഴുതിയാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കലി ഒരു മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.